നമസ്കാരം. ഇന്ന് പ്രീമിയർ ലീഗിലെ ടൈറ്റൻ റേസിൽ വലിയൊരു സൈക്കോളജിക്കൽ ഷിഫ്റ്റ് നടന്ന ദിവസമാണ്. ആർസണൽ കളി ജയിച്ചു, പക്ഷേ നന്നായിട്ട് കളിച്ചൊന്നുമില്ല. മാഞ്ചസ്റ്റർ സിറ്റി ഡോമിനൻസ് കാണിച്ചു, പക്ഷേ ജയിക്കാൻ കഴിഞ്ഞില്ല. ഫുട്ബോൾ ചില ദിവസങ്ങളിൽ അങ്ങനെ ആയിരിക്കും, ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആയിരിക്കും ജയിക്കണത്. ചില ദിവസങ്ങളിൽ മെൻറ്റാലിറ്റി ജയിക്കും. ഇന്ന് ജയിച്ചത് മെൻറ്റാലിറ്റിയാണ്. ബ്രൈറ്റൺ വേഴ്സസ് ആർസണൽ എന്ന് പറഞ്ഞത് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ പണ്ടത്തെ സ്റ്റൈലിൽ പറയുകയാണെങ്കിൽ ഒരു അഗ്ലി വിന്നായിരുന്നു ആർസണലിൻ്റെ. നന്നായിട്ട് കളിച്ചിട്ടേ ഇല്ല എന്ന് ഞാൻ പറയില്ല. നന്നായിട്ട് കളിച്ചു, നന്നായിട്ട് ഡിഫെൻഡ് ചെയ്തു. അറ്റാക്കിംഗ് വൈസ് ആർസണൽ വാസ് നോട്ട് ദി ആർസണൽ വി ഹാവ് സീൻ. മാഞ്ചസ്റ്റർ സിറ്റി നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ഇപ്പോൾ ആൾക്കാർ പറയും ബ്യൂട്ടിഫുൾ ഗെയിം വേണമെന്ന് പറയും. ബ്യൂട്ടിഫുൾ ഗെയിം കളിച്ചിട്ട് അവർക്ക് ജയിക്കാൻ പറ്റിയില്ല. അതാണ് ഉണ്ടായത്. അപ്പോൾ ഈ ഇന്നത്തെ പോഡ്കാസ്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതുതന്നെയാണ്. ആർസണൽ എങ്ങനെ നന്നായിട്ട് കളിക്കാണ്ട് ജയിക്കണോ, സിറ്റി എന്താണ് കൺട്രോൾ ഉണ്ട് ചില ഗെയിംസ് ക്ലോസ് ചെയ്യാൻ പറ്റാണ്ട് വരുന്നത്. ടൈറ്റിൽ റേസ് ഇപ്പോൾ ടാക്ടിക്കൽ ബാറ്റിലാണോ സൈക്കോളജിക്കൽ ബാറ്റിലാണോ, അതാണ് സംഭവം. ഈ വീക്കെൻഡിന് ശേഷം മൊമെൻറ്റം ആരുടെ കയ്യിലാണ്? ഐ തിങ്ക് ഇറ്റ്സ് ഇൻ ആർസണൽസ് ഹാൻഡ്. 7 point ലീഡാണ്. സിറ്റിക്ക് ഒരു ഗെയിം കയ്യിലുണ്ടെങ്കിലും അത് കൂടുതൽ സൈക്കോളജിക്കൽ പ്രഷറാണ് അവർക്ക് കൊടുക്കാൻ പോകുന്നത്. ആർസണൽ വേഴ്സസ് ബ്രൈറ്റൺ എന്ന് പറയുമ്പോൾ അമെക്സ് സ്റ്റേഡിയം എന്ന് പറയുന്നത് ഓൾവേസ് ആർസണലിന് ഒരു ട്രിക്കി ഗ്രൗണ്ടാണ്. ആർസണലിൻ്റെ ലൈനപ്പ് നോക്കുമ്പോൾ സലീബ ഇല്ല, ഒഡഗാർഡ് ഇല്ല. പക്ഷേ ഈ സീസണിൽ ആർസണലിൻ്റെ എന്താ പറയുക, ട്രാൻസ്ഫർ ബിസിനസ് നല്ല ബിസിനസ്സായിരുന്നു. അത് കാരണം അവർക്ക് ഒഡഗാർഡ് ഇല്ല എന്നുണ്ടെങ്കിലും എസ്സെ വെച്ച് കളിക്കാൻ പറ്റി. പിന്നെ സലീബ ഇല്ല എന്നുണ്ടെങ്കിലും മൊസ്കര വെച്ച് കളിക്കാൻ പറ്റി. ഓക്കെ, യോക്രെസ് ഫ്രണ്ട് കളിച്ചു. ബെഞ്ചിൽ ഹാവേർട്സ് ഉണ്ടായിരുന്നു. ബെഞ്ചിൽ പിന്നെ ഉണ്ടായിരുന്നത് മാക്സ് ഡോമാൻ ഉണ്ടായിരുന്നു, നമ്മുടെ ടീനേജ് പ്ലെയർ. ഗെയിം സ്റ്റാർട്ട് ചെയ്തതോടുകൂടിയിട്ട് തുടക്കത്തിൽ തന്നെ വിത്തിൻ 2 minutes റയയുടെ വളരെ കെയർലെസ് ആയിട്ടുള്ള പാസ് കൊടുത്തത്. അത് ബലീബയ്ക്ക് കിട്ടിയ ചാൻസ് ബലീബ നല്ല രസമായിട്ട് ചെപ്പി, ഗോൾ കീപ്പർ മോളിലൂടെ ചെപ്പ് ചെയ്തു. പക്ഷേ ഗബ്രിയേൽ ഭാഗ്യത്തിന് അവിടെ ഉണ്ടായിരുന്നു. അത് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു റിമൈൻഡറാണ്. ഒരു അലസതയൊന്നും വേണ്ട, ശരിക്കും കളിച്ചാൽ മാത്രമേ ടൈറ്റിൽ നിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു. അതിനുശേഷം ആർസണൽ നന്നായിട്ട് ഡിഫെൻഡ് ചെയ്തു, ശരിക്കും ഉണർന്ന് കളിച്ചു. കാരണം ടൈറ്റിലിൽ കണ്ടൻറ്റേഴ്സ് അടക്കം മിസ്റ്റേക്സ് ചെയ്യും. പക്ഷേ നമ്മൾ ചാമ്പ്യന്മാരാവണമെന്നുണ്ടെങ്കിൽ ആ മിസ്റ്റേക്സ് എങ്ങനെ സർവൈവ് ചെയ്യാൻ പറ്റും, അതാണ് ചെയ്യാൻ പറ്റുന്നത്. ആ മിസ്റ്റേക്കിന് ശേഷം ആർസണലിനെ സ്ലോലി സെറ്റിൽ ചെയ്തു. അപ്പോൾ ഒരു 9th minute സാക്കയ്ക്ക് ടിംബർ കൊടുത്ത ബോളിൽ നിന്ന് സാക്ക റൈറ്റ് വിങ്ങിൽ നിന്ന് വന്ന് അവരുടെ ഡിഫൻഡറെ 1-on-1 ചാൻസ് കിട്ടി. ക്ലാസിക് ബുക്കായ സാക്കോ ബേസിക്കലി ഷോട്ട് ഇൻസൈഡ് കട്ട് ചെയ്തു. ഒരു ഷോട്ട്, ചെറിയൊരു ഡിഫ്ലക്ഷൻ, ഗോൾ കീപ്പറുടെ കാലിനുള്ളോട് പോയി. 1-0 ടു ആർസണൽ. പെർഫെക്റ്റ് ഗോളൊന്നല്ല. ഗോൾ കീപ്പർ, ഐ തിങ്ക് ഇറ്റ്സ് എ ഗോൾ കീപ്പർ മിസ്റ്റേക്ക്. ചെറിയൊരു ഡിഫ്ലക്ഷൻ ഉണ്ട് വെച്ചെങ്കിലും ഭയങ്കര മൈന്യൂട്ട് ഡിഫ്ലക്ഷൻ ആയിരുന്നു. ഇപ്പോൾ ഡേവിഡ് റയ അത് മിസ്സാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ദേഷ്യം വരും ശരിക്കും. ഐ തിങ്ക് ഇറ്റ്സ് എ ഗോൾ കീപ്പർ മിസ്റ്റേക്ക്. പക്ഷേ ഗോള് പെർഫെക്റ്റ് ആണോ, ബ്യൂട്ടിഫുൾ ഗോളാണോ എന്നുള്ളതല്ല, ഇമ്പോർട്ടൻറ്റ് ഗോളാണോ, അതാണ് ക്വസ്റ്റ്യൻ. ഇമ്പോർട്ടൻറ്റ് ഗോളാണ്, ആബ്സല്യൂട്ട്ലി ഇമ്പോർട്ടൻറ്റ് ഗോളാണ്. കാരണം ഈ ടൈറ്റിൽ റേസിൽ വലിയൊരു ഷിഫ്റ്റ് വരുത്തിയ ഗോളാണത്. ടാക്ടിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രൈറ്റൻ്റെ പ്രസ് വളരെ അഗ്രസീവ് പ്രസ്സായിരുന്നു. ആർസണലിൻ്റെ ബിൽഡപ്പ് കംപ്ലീറ്റ്ലി ഡിസ്ട്രപ്റ്റ് ചെയ്തു. അതുമാത്രമല്ല ആർസണലിൻ്റെ പ്ലെയേഴ്സ് എന്താ പറയുക, അപ്പ് ഫ്രണ്ട് യോക്രെസ് വളരെ മോശമായിരുന്നു, മാർട്ടിനെല്ലി വളരെ മോശമായിരുന്നു. അപ്പോൾ ഒരു ടോപ്പ് ഫ്രണ്ട് 3യിൽ 2 പേര് വളരെ പോക്കായിരുന്നു. ഒന്ന് സുബമെൻഡി, റൈസ് എന്ന് പറഞ്ഞ ഡബിൾ പിവോട്ട് എന്ന് പറയുന്നത് നോർമലി ഗെയിംസൊക്കെ കൺട്രോൾ ചെയ്യും. പക്ഷേ ഇന്ന് അവർക്കത് പറ്റിയില്ല ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ. പാസിങ് ലൈൻസൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ലോങ് ബോൾസ് ഒന്നും സ്റ്റിക്കായില്ല എന്ന് പറയാൻ കാരണം യോക്രെസ് മോശമായിരുന്നു. മിഡ്ഫീൽഡിൽ റിത്ത് ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് ഹാഫിൽ ആർസണലിന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓൺലി 1 ഷോട്ട് ഓൺ ടാർഗറ്റ് ആയിരുന്നു. ഇപ്പോൾ ഒരു ടൈറ്റിൽ കണ്ടൻറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു ടീം എവേ ഗെയിമിൽ പോയിട്ട് ഒരു ഷോട്ട് മാത്രമേ കളിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ദ മെയിൻ തിങ് ഇൻ ദാറ്റ് ഈസ് ആർസണൽ വാസ് ലീഡിങ് 1-0. അതാണ് ഈ ആർസണൽ ടീമിനെ പറ്റിയിട്ട് പറയാനുള്ളത്. ഈ കളി എനിക്ക് കാണുമ്പോൾ നമുക്ക് തോന്നിയത് ബ്രൈറ്റൻ്റെ കോച്ച്, ഹീസ് എ ഗുഡ് കോച്ച്, ഓക്കെ. പക്ഷേ കളി പ്രസ് കോൺഫറൻസ്, കളിക്ക് മുമ്പുള്ള പ്രസ് കോൺഫറൻസ് വളരെ മോശമായിരുന്നു. ഒരു ടീമിനെ ടാർഗറ്റ് ചെയ്തിട്ട് കോർണറിനും ഇതിനൊക്കെ സമയം കളയണം പറഞ്ഞിട്ട് വേറെ ഇഷ്ടം പോലെ ടീമുകളുണ്ട് ആർസണലിനേക്കാൾ കോർണറിനും സെറ്റ് പീസിനും ടൈം എടുക്കണത്. അവരായിട്ട് കളിക്കുമ്പോഴൊന്നും പറയാത്തൊരു സംഭവം പുള്ളി ആർസണലിനെ പറ്റിയിട്ട് പറഞ്ഞു. ഓക്കെ, കളി മൊത്തത്തിൽ നടന്ന് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ,
ഹി വാസ് എന്താ പറയുക വൈനിങ് ഓൾ അറൗണ്ട്. ഹിൻകാപ്പി പ്രാവശ്യം എന്ന് പറഞ്ഞിട്ട് പറയേണ്ടി വന്ന പുള്ളിയുടെ അടുത്ത്. ആ ഒരു ബിഹേവിയർ വളരെ മോശമായിരുന്നു. ഒരു സ്പോർട്സ്മാൻഷിപ്പ് കാണിക്കാത്തൊരു ബിഹേവിയറുമായി തോന്നി. അത് കഴിഞ്ഞിട്ട് കളി കഴിഞ്ഞിട്ടും പുള്ളിയുടെ പ്രസ് കോൺഫറൻസ് വളരെ മോശമായിരുന്നു. പുള്ളി പറഞ്ഞത് എന്താ പറയുക, ഫുട്ബോൾ കളിച്ച് ഒരേ ഒരു ടീമുള്ളൂ, ഓക്കെ ദാറ്റ്സ് ഫൈൻ, കുറേ മാനേജേഴ്സ് പറയാം, പക്ഷേ ഞാൻ അങ്ങനെ ഒരു ടീമിന് ഒരിക്കലും മാനേജ് ചെയ്യില്ല എന്നൊക്കെ പറയണത് വേറൊരു കോച്ചിനെ പറ്റി വളരെ മോശമായിട്ട് പറയണത്. നമ്മളൊന്നും അങ്ങനെയൊന്നും പറയാൻ പാടില്ല ഒരു സ്പോർട്സ്മാൻഷിപ്പ് വെച്ചിട്ട്. ഓക്കെ, യു ക്യാൻ ടോക്ക് അബൌട്ട് സോ മെനി തിങ്സ്, ബട്ട് യു ഷുഡ് നോട്ട് ടോക്ക് അബൌട്ട് അനദർ കോച്ച്. ഇതിൽ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം എന്താണെന്ന് പുള്ളി പറഞ്ഞത്, ഞാൻ അങ്ങനെ ഉള്ളൊരു ടീമിന് അതായത് എൻ്റെ ടീം ഇങ്ങനെ ജയിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാണിക്കില്ല എന്നാണ്. അതാണ് ബ്രൈറ്റൻ്റെ അവസ്ഥ. ബ്രൈറ്റൺ ആ ഒരു മിഡ് ടേബിൾ ടീമായിട്ട് തന്നെ നിൽക്കും. പുള്ളി ഈ പറഞ്ഞ കോച്ച് ഇതേപോലെ എന്താ പറയുക, മാഞ്ചസ്റ്റർ സിറ്റീനെ പോലെ ഒരു ടീമിൻ്റെ അടുത്ത് ടൈറ്റിലിന് വേണ്ടി ഓരോ പോയിന്റിനും വിലപ്പെട്ടതാണ്. അങ്ങനത്തെ സിറ്റുവേഷനിൽ പുള്ളി അങ്ങനത്തെ ഒരു ടീമിനെ മാനേജ് ചെയ്തിട്ടില്ല. അതിൻ്റെ ഒരു പരിചയക്കുറവോ അല്ലെ പക്വതക്കുറവോ എന്ന് പറയില്ലേ, അതാണ് സംഭവം. ഓക്കെ, അങ്ങനെ ഒരു സിറ്റുവേഷനിൽ വരികയാണെന്നുണ്ടെങ്കിൽ പുള്ളി ഇങ്ങനെ പറയില്ല. കാരണം ടൈറ്റിൽ റേസിൽ ഇനി ലാസ്റ്റ് ഒരു 9 ഗെയിംസ് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ 8 ഗെയിംസ് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ 10 ഗെയിംസ് നിൽക്കുമ്പോൾ നോബഡി കെയർസ് അബൌട്ട് ബ്യൂട്ടിഫുൾ ഫുട്ബോൾ. ഓക്കെ, എവറിബഡി കെയർസ് അബൌട്ട് പോയിൻറ്റ്സ്. ഇപ്പോൾ ഇന്ന് മാഞ്ചസ്റ്റർ സിറ്റി 70% പൊസിഷൻ വെച്ചിട്ടാണ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റിൻ്റെ അടുത്ത് കളിച്ചത്. 2 പോയിന്റ് മിസ്സായി. കളി കഴിഞ്ഞപ്പോൾ ആരെങ്കിലും മാഞ്ചസ്റ്റർ സിറ്റിയുടെ ബ്യൂട്ടിഫുൾ ഫുട്ബോൾ എന്ന് പറഞ്ഞു? ഒരാളും പറഞ്ഞില്ലേ. മാഞ്ചസ്റ്റർ സിറ്റി പോയിന്റ് ഡ്രോപ്പ് ചെയ്തെന്ന് പറഞ്ഞുള്ളൂ. അത്രേ ഉള്ളൂ സംഭവം. ഫസ്റ്റ് ഹാഫ് ഈ കളി ബേസിക്കലി കാണിച്ചത് ആഴ്സണൽ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ, പണ്ടത്തെ ആഴ്സണൽ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ബ്യൂട്ടിഫുൾ ഫുട്ബോൾ, ഹൈ പൊസഷൻ, ചാൻസ് ക്രിയേഷനൊക്കെയാണ്. ഇപ്പോൾ ഈ സീസണിൽ മെയിൻലി ആഴ്സണൽ കളിക്കുന്നത് ഒരു ഗെയിം മാനേജ്മെൻറ്റ് തന്നെയായിട്ടുണ്ട്. പിന്നെ വേറൊരു സംഭവമുണ്ട്, നമ്മൾ എങ്ങനെയാണ് കളിക്കുന്നത് എന്നുള്ളത് ഡിപ്പെൻഡിങ് ഓൺ ദി അതർ ടീം. ഓക്കെ, പിന്നെ സിറ്റുവേഷൻ. സെക്കൻഡ് ഹാഫ് ഒരുവിധം മുഴുവൻ ബ്രൈറ്റൻ്റെ പ്രഷർ തന്നെയായിരുന്നു. മിത്തോമയ്ക്ക് പകരം മിൻറ്റയുടെ പേസ് കുറച്ച് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്തു. മോസ്കരയ്ക്ക് ഒരു യെല്ലോ കാർഡ് റിസ്ക് വന്നപ്പോൾ മോസ്കരേനെ വേഗം മാറ്റി കാലാഫിയറിനെ കൊണ്ടുവന്നു. അത് കോച്ചിൻ്റെ ആർട്ടറ്റയുടെ മെച്യൂരിറ്റി കാണിച്ച്. പക്ഷേ ഐ തിങ്ക് കളി ആഴ്സണലിനായിട്ട് ലാസ്റ്റിലേക്ക് വന്നപ്പോൾ യോക്കരസിനെ മാറ്റി കൈ ഹാവേർട്സിനെ കൊണ്ടുവന്നതോട് കൂടിയിട്ട് കളി മാറി. ആഴ്സണൽ വാസ് കംഫർട്ടബിൾ. എനിക്കങ്ങനെ ഫീൽ ചെയ്തു. എനിക്കങ്ങനെ ഒരു ടെൻഷനൊന്നും തോന്നിയില്ല. കാരണം ആഴ്സണൽ ശരിക്കും കംഫർട്ടബിൾ ആയിരുന്നു. യോക്കരസ് ഉണ്ടായിരുന്നപ്പോൾ നമുക്ക് കൊടുക്കണ ലോങ് ബോളോ ഒന്നും യോഗ്രസിൻ്റെ കാലിലൊന്നും ഒട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ പറയണത് തന്നെ കൈ ഹാവേർട്സ് വന്നതോടുകൂടി കളി മാറി. എങ്ങനെയാണ് ബോൾ കൺട്രോൾ ചെയ്ത് പ്രഷർ സിറ്റുവേഷനിൽ ബോൾ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് കൈ ഹാവേർട്സ് കാണിച്ചെന്നു. ബേസിക്കലി നമ്മൾ കൈ ഹാവേർട്സ് വന്നതിന് ശേഷം കളി ഒന്നുകൂടി ആരെയും കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ കണ്ടു നോക്കൂ. ശരിക്ക് എല്ലാ ബോളും ഡയറക്റ്റ് കൈ ഹാവേർട്സിന് കൊടുക്കണമായിരുന്നു. പിന്നെ ബ്രൈറ്റൺ കുറേ ക്രോസ് ചെയ്തിട്ടൊന്നും ഈ ആഴ്സണലിൻ്റെ ടീമിൻ്റെ അടുത്തൊന്നും നടക്കില്ല. കാരണം ഇത് ഫിസിക്കൽ മോൺസ്റ്റേഴ്സാണ്. ഗബ്രിയേൽ ഒരുവിധ ഹെഡേഴ്സ് ഒക്കെ വിൻ ചെയ്തു. ഹിൻകാപ്പി വാസ് ബ്രില്യൻറ്റ്. എന്തൊരു പെർഫോമൻസ് ആയിരുന്നു ഹിൻകാപ്പിയുടെ. ലെഫ്റ്റ് ബാക്ക് ആയിട്ടാണെങ്കിലും റൈറ്റ് ബാക്ക് ആയിട്ടാണെങ്കിലും ഡസൻ മാറ്റർ. അവന് ടിംബർ വളരെ കമ്പോസ്ഡ് പെർഫോമൻസ് ആയിരുന്നു. ഇതൊരു ഫ്ലാഷി പെർഫോമൻസ് ഒന്നും ആയിരുന്നില്ല. ഇത് ബേസിക്കലി ഒരു ചാമ്പ്യൻ പെർഫോമൻസ് തന്നെയായിരുന്നു ഡിഫെൻഡിങ് വൈസ്. ഇപ്പോൾ ടൈറ്റിൽ റേസ് എന്താ പറയുക, ഫാൻസിന് വേണമെങ്കിൽ ഒരു ഇതുണ്ടാവും, ഗംഭീര കളി കളിച്ചില്ല. പക്ഷേ ടൈറ്റിൽ റേസ് കളിക്കണത് കപ്പ് ജയിക്കണത് ബെസ്റ്റ് ഫുട്ബോൾ കളിക്കുന്ന ടീമൊന്നുമല്ല. അപ്പോൾ ജോസെ മൊറീനോ ചെൽസിയിൽ നിന്നിട്ട് കപ്പ് എടുക്കുമ്പോൾ ജോസെ മൊറീനോൻ്റെ ടീമൊന്നും ആയിരുന്നില്ല ബെസ്റ്റ് ഫുട്ബോൾ കളിക്കുന്ന ടീം. ഒരാളൊന്നും പറഞ്ഞില്ലല്ലോ. അപ്പോൾ ഏറ്റവും മോസ്റ്റ് മെച്യൂർ ഫുട്ബോൾ കളിക്കുന്ന ടീമാണ് ജയിക്കേണ്ടത്. ഫൈനൽ വിസിൽ വന്നപ്പോൾ ആഴ്സണൽ ജയിച്ചു. അതേസമയം തന്നെ എത്തിഹാദിൻ്റെ അവിടുത്തെ റിസൾട്ടിനോടുകൂടി ആഴ്സണൽ ഫാൻസ് എന്താ പറയുക, ആ ഒരു സൗണ്ട് ഉണ്ടല്ലോ സ്റ്റേഡിയത്തിലത്തെ കിട്ടില്ല. അതും എവേ ഫാൻസിനെ പറ്റി പ്രത്യേകിച്ച് പറയണം. എന്തായിരുന്നു അവരുടെ എന്താ സൗണ്ട്. എവേ ഫാൻസ് കുറച്ച് പേരുള്ളൂ, എന്നിട്ട് പോലും ബ്രൈറ്റൺ ഫാൻസിനേക്കാൾ സൗണ്ടിലാണ് അവർ സൗണ്ട് ഉണ്ടാക്കി വന്നത്. അത് പറയാതിരിക്കാൻ വയ്യ. ഇത് ഗംഭീര ഒരു നല്ല പെർഫോമൻസ് എന്ന് പറയാനൊന്നുമില്ല. പക്ഷേ ദിസ് ഈസ് എ ബിഗ് വിൻ. ഈ ഇപ്പോഴത്തെ സീസണിൽ ഈ സ്റ്റേജിൽ അഗ്ലി വിൻസാണ് വേണ്ടത്, ബ്യൂട്ടിഫുൾ ഡ്രോസിനേക്കാൾ പറയുകയാണെന്നുണ്ടെങ്കിൽ. എത്തിഹാദിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിറ്റി വേഴ്സസ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ഓൺ പേപ്പർ ഈസി ആയിരുന്നു. ഇത് സിറ്റിയുടെ ഗ്രൗണ്ടിലുള്ള കളി. നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ റിലിഗേഷൻ ബാറ്റിൽ നിൽക്കുന്ന ടീമാണ്. അങ്ങനെയുള്ള ഇതിൽ 2 പ്രാവശ്യം സ്വന്തം കാണികളുടെ മുമ്പിൽ സ്വന്തം ഗ്രൗണ്ടിൽ ലീഡ് എടുത്തിട്ട് എന്നിട്ട് 2-2 ഡ്രോ ആവുകയാണ് ചെയ്തത്. സിറ്റിയുടെ സ്റ്റാറ്റ്സ് ഇൻസെയിൻ സ്റ്റാറ്റ്സാണ്. കാരണം 70% പൊസഷൻ, 21 ഷോട്ട്, പക്ഷേ റിസൾട്ടോ 2 പോയിന്റ് മിസ്സാക്കി അവർ.
കാരണം സിറ്റിയുടെ പാറ്റേൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 7 ഫോമിലാണ്, പക്ഷേ സിറ്റി ലീഡെടുത്തു, ഡോമിനേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ സിറ്റി കൺസീഡും ചെയ്യുന്നുണ്ട്. അതാണ് ഇഷ്യൂ. അപ്പോൾ ഗെയിം സിറ്റിക്ക് ക്ലോസ് ചെയ്യാൻ പറ്റിയില്ല. ഫോറസ്റ്റിൻ്റെ ഗോൾസ്, മോർഗൻ ഗിബ്സ് വൈറ്റിൻ്റെ ഗോള് കിടിലനായിരുന്നു. ഒരു ഇൻസ്റ്റിങ് ഷോട്ടായിരുന്നു, ഒരു ബാക്ക് ഹീല് അടിപൊളി ഷോട്ട് തന്നെയായിരുന്നു. അവർ എലിയറ്റ് ആൻഡേഴ്സൻ്റെ ഗോള് അത് നല്ല ഷോട്ടായിരുന്നു, ബോക്സിന് പുറത്തുനിന്ന് അടിച്ചാൽ. പക്ഷേ നിങ്ങളിപ്പോൾ ഹൈലൈറ്റ്സോ എന്ത് വേണമെങ്കിൽ കണ്ടോളൂ. ഞാൻ ഹൈലൈറ്റ്സാണ് കണ്ടത്, എക്സ്റ്റൻഡ് ഹൈലൈറ്റ്സ് കണ്ടത്. സിറ്റിയും ആഴ്സണലും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സീസണിൽ നിങ്ങൾ നോക്കിയാൽ മതി. എലിയറ്റ് ആൻഡേഴ്സൻ്റെ ഗോളിന് മുമ്പ് എലിയറ്റ് ആൻഡേഴ്സൺ ഒരു 1 ടച്ച് ഫുട്ബോൾ കളിച്ചിട്ടാണ് പോസ്റ്റിൻ്റെ മുകളിൽ നിന്ന് അടിക്കണത്. അപ്പോൾ ആൻഡേഴ്സനെ നോക്കണ്ട, സിറ്റി പ്ലേയേഴ്സിനെ നോക്കൂ. ഒരാളും മര്യാദയ്ക്കൊന്നും ഓടിപ്പോയിട്ട് ബ്ലോക്ക് ചെയ്യാൻ കൂടി ഗെയിം മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും നടക്കുകയാണ് കളിയിൽ. അതാണ് ഡിഫറൻസ്. ആഴ്സണൽ പ്ലേയേഴ്സ് അങ്ങനെ നടക്കണത് നമുക്ക് കാണാൻ പറ്റില്ല ആ ഒരു സിറ്റുവേഷനിൽ, എസ്പെഷ്യലി ബോൾ നമ്മുടെ പോസ്റ്റിൻ്റെ അടുത്തായിട്ട് നിൽക്കുമ്പോൾ, ബോക്സിൻ്റെ അടുത്തായിട്ട് നിൽക്കുമ്പോൾ. അപ്പോൾ ഈ സീസണിൽ സിറ്റി, ഞാൻ മുമ്പ് പല പ്രാവശ്യം പറഞ്ഞ നമ്മൾ എപ്പോഴും കാണുന്ന സിറ്റി അല്ല ഇത്. ഇപ്പോൾ നമ്മളിപ്പോൾ സ്റ്റാറ്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രീമിയർ ലീഗിൽ ഇതേവരെയുള്ള മാച്ചസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹാഫ് ടൈമിൽ മാച്ചസ് കഴിയുകയാണെന്നുണ്ടെങ്കിൽ സിറ്റി 13 പോയിൻ്റ് ക്ലിയർ ആയിരുന്നു. പക്ഷേ ഇൻ റിയാലിറ്റി 90 മിനിറ്റ്സിൻ്റെ മാച്ചസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ 7 പോയിൻ്റ് ബിഹൈൻഡാണ് ആഴ്സണൽ. അതായത് സിറ്റി ഈ സീസണിൽ സെക്കൻഡ് ഹാഫിൽ ഒരുപാട് പോയിൻറ്റ്സ് മിസ്സാക്കുന്നുണ്ട്. സെക്കൻഡ് ഹാഫിൽ അവർക്ക് പ്രഷർ ആക്കാൻ പറ്റുന്നില്ല. ഇറ്റ്സ് എ സൈക്കോളജിക്കൽ ഇഷ്യൂ. അതാണ് പെപ്പ് പറയുന്നുണ്ട്, വി പ്ലേഡ് വെൽ. ശരിയാണ്, അവർ കളിച്ചു. പക്ഷേ ടൈറ്റിൽ റേസ് എന്ന് പറയുന്നത് കളിയെ നന്നായിട്ട് കളിക്കണത് മാത്രമല്ല, ഇറ്റ്സ് അബൌട്ട് ഫിനിഷിങ് ദ ജോബ്. അത്രേ ഉള്ളൂ. ഈ ഗെയിം വീക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇറ്റ്സ് മോർ ദാൻ പോയിൻറ്റ്സ്, ഇറ്റ്സ് എ സൈക്കോളജി. ആഴ്സണലിൻ്റെ മെസ്സേജ് ക്ലിയർ ആണ്, അതായത് നമുക്ക് പെർഫെക്ഷൻ ഒന്നും വേണ്ട, നമുക്ക് പോയിൻ്റ് മതി എന്നുള്ളതാണ്. പക്ഷേ സിറ്റിക്ക് അവർക്ക് പെർഫെക്ഷൻ വേണം വിൻ ചെയ്യാനായിട്ട്. അവരുടെ ഡിഫൻസും അറ്റാക്കും പെർഫെക്റ്റ് ആവണം, എന്നാലേ അവർക്ക് വിൻ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ദാറ്റ്സ് എ ഹ്യൂജ് ഡിഫറൻസ്. ആഴ്സണലിന് ഇഞ്ചുറീസ് ഉണ്ട്, പെർഫോമൻസ് ആവറേജ് ആണ്, പക്ഷേ സ്റ്റിൽ വിന്നിങ് ആണ്. സിറ്റി ആണെന്നുണ്ടെങ്കിൽ ഡോമിനേറ്റ് ചെയ്യുന്നുണ്ട്, ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഈ പണ്ഡിറ്റ്സിനൊക്കെ ഹാപ്പി ആക്കണ ഇതിൽ ബ്യൂട്ടിഫുൾ ഫുട്ബോൾ കളിക്കുന്നുണ്ട്, പക്ഷേ സ്റ്റിൽ ഡ്രോപ്പിംഗ് പോയിൻറ്റ്സ്. അതാണ് മൊമെൻറ്റം ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആഴ്സണൽ ക്യാൻ പ്ലേ ബാഡ്ലി ആൻഡ് സ്റ്റിൽ വിൻ. അതാണ് ഇഷ്യൂ സിറ്റീനെ സംബന്ധിച്ച്. ഇപ്പോൾ നമ്മൾ മുമ്പത്തെ സീസണിൽ ആഴ്സണലിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ആഴ്സണലിൻ്റെ ടീം എന്താണ് ഡിഫറൻസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ മുമ്പ് ആഴ്സണലിൻ്റെ ടീം പ്രഷർ വരുമ്പോൾ പാനിക്കായിരുന്നു. പക്ഷേ ഇപ്പോൾ പ്രഷർ വരുമ്പോൾ ഒരു പേഷ്യൻസ് ആയിട്ട് കളിക്കണത്. ഗെയിം അവർ സ്ലോ ആക്കുന്നുണ്ട്. എവിടെയൊക്കെ സ്ലോ ആക്കണോ അവിടെയൊക്കെ സ്ലോ ആക്കുന്നുണ്ട്. ഇന്നത്തെ കളി നല്ല ഉദാഹരണമാണ്. എവിടെയൊക്കെ ഫൗൾ വാങ്ങിക്കണോ ഫൗൾ വാങ്ങിക്കുന്നുണ്ട്, ടെമ്പോ കൺട്രോൾ ചെയ്യണോ ടെമ്പോ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ബേസിക്കലി ആഴ്സണൽ ടീം എന്ന് പറയുന്നത് അവർ മാനേജിങ് മൂമെൻറ്റ്സ് ആണ്. ഓരോ നിമിഷവും കളിയുടെ അവർ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ മൂമെൻറ്റ്സിന് വേണ്ടി ചേസ് ചെയ്യുന്നില്ല. ഇപ്പം ടൈറ്റിൽ റേസിനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 7 പോയിൻ്റ് ഗ്യാപ്പാണ്. സിറ്റിക്ക് ഒരു ഗെയിം ഇൻ ഹാൻഡ് ഉണ്ട്, എന്നാലും ഈ മൊമെൻറ്റം വലിയൊരു സംഭവമാണ്. 7 പോയിൻ്റ് ഗ്യാപ്പ് എന്ന് പറയുന്നത് അത് മൊമെൻറ്റം ഡ്രസ്സിങ് റൂമിലാണ് വരുന്നത്. ആഴ്സണലിൻ്റെ ബിലീഫ് ഗ്രോ ചെയ്യുകയാണ്, സിറ്റിയുടെ ഫ്രസ്ട്രേഷൻ കൂടുകയാണ്. അപ്പോൾ ടൈറ്റിൽ റേസ്, ഒരുവിധമൊക്കെ ടൈറ്റിൽ റേസ് നമ്മൾ കളിയുടെ ബ്രില്യൻസ് മാത്രമൊന്നുമല്ല, ആരാണ് ഇമോഷണൽ മിസ്റ്റേക്സ് വരുത്തുന്നത് അവിടെയാണ് പ്രശ്നം വരുന്നത്. മുമ്പത്തെ സീസണുകളിൽ ആഴ്സണലിന് ഇമോഷണൽ മിസ്റ്റേക്സ് വന്നിട്ടുണ്ട്, പക്ഷേ അവിടെ സിറ്റി ക്യാപിറ്റലൈസ് ചെയ്തു. ഈ സീസണിൽ ഇറ്റ്സ് എ റിവേഴ്സ്. ആഴ്സണൽ ഫാൻസിന് ഒരു കാര്യം പറയാം, ഇന്ന് ആഴ്സണൽ ബ്രില്യൻ്റ് ഒന്നും ആയിരുന്നില്ല, ബ്യൂട്ടിഫുൾ ഫുട്ബോളൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ ദേ വർ സ്ട്രോങ്. അവർ സഫർ ചെയ്ത് സർവൈവ് ചെയ്ത്. ഈ സീസണിൽ ആഴ്സണൽ എന്ന് പറയുന്നത് ബേസിക്കലി മെൻ്റലി ടഫാണ്. ഇനിയിപ്പോൾ ലീഗ് ടേബിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്പേഴ്സ് മാത്രം നോക്കിയാൽ മതി. പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 9 മാച്ചുള്ളൂ, 8 മാച്ചുള്ളൂ. ആഴ്സണൽ 30 ഗെയിം കളിച്ചിട്ടുണ്ട് ആഴ്സണൽ. ഇനി 8 ഗെയിംസ് ഉള്ളൂ. ഈ 8 ഗെയിംസിൽ എന്താ പറയുക, 7 ഗെയിംസ് ജയിച്ചാൽ ആഴ്സണലിന് കപ്പെടുക്കാം. അപ്പോൾ ലെറ്റ്സ് ഹോപ്പ് വി ഡു ദാറ്റ്. നിങ്ങളുടെ എന്താണ് കമൻസ് എന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറയും. ഓക്കെ, ശരി.